ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വളരെ റെലവെന്റ് ആണെന്ന് തോന്നിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ. അപ്പൊ എനിക്കിതിവിടെ പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയമായിട്ട് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. മൈ വേ ബൈ കല്യാണി, അത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കും. അപ്പോ സ്ഥിരമായിട്ട് ഞാൻ ആ ചാനൽ കാണുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇന്ന് എടുക്കാനുള്ള ഒരു മെയിൻ കാരണം. പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, ഞാൻ പുള്ളിക്കാരിയുടെ ചാനൽ കാണുന്നു എന്ന് കരുതി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. എനിക്ക് ആ വേ ഓഫ് പ്രസന്റേഷൻ, വേ ഓഫ് ടോക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണാറുണ്ട്. അപ്പോ ഇവിടുത്തെ കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ വ്യൂവർ, സബ്സ്ക്രൈബർ എന്ന് ഞാൻ പറയുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് ഇതൊക്കെ പറയുന്നതിന് മുമ്പേ നമ്മൾ ഈ കോൺട്രവേഴ്സി എന്താണെന്ന് ഞാൻ ചെറുതായി ഒന്ന് ചുരുക്കി പറയാൻ പറ്റും. ഇനി അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. കല്യാണിയുടെ ചാനലിലൂടെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ എന്താണെങ്കിലും അപ്പോ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. എന്താണ്, കിച്ചണിൽ പാചകം ചെയ്യുന്നതും പിന്നെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും പിന്നെ കുറെ ഡ്രസ്സുകൾ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ ഡ്രസ്സുകൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കല്യാണിയുടെ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേ ഓഫ് പ്രസന്റേഷൻ നല്ലതാണ്, കാണാൻ നല്ല രസമാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പൊ ഇതിനിടയിൽ കല്യാണി ഇപ്പൊ കുറച്ചധികം നാളുകളായിട്ട് യൂട്യൂബ് ഷോർട്സിലൂടെ ഒത്തിരി എന്താ പറയുന്നത് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാനും കാണാറുണ്ട്. അപ്പൊ പേഴ്സണലി എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്, എന്താണ്, ഒരേ ടൈമിൽ ഇത്ര സൺസ്ക്രീം ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സ് ആവട്ടെ, ഒരേ ടൈമിൽ അറ്റ് എ ടൈമിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കതിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഞാൻ എല്ലാം ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ലിപ്സ്റ്റിക്ക്, കല്യാണം ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ കുറച്ച് സൺസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി, ഞാൻ അതവിടെ വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോ കഴിഞ്ഞ ദിവസം കല്യാണിയുടെ ചാനലിലൂടെ ഒരു കാര്യം പറയാനിടയായി. കാര്യമല്ല കേട്ടോ, ഒരു സൺസ്ക്രീം എന്താണ് പറയുന്നത്, പ്രൊമോട്ട് ചെയ്തു. ആ പ്രൊമോട്ട് ചെയ്ത സമയത്ത് അതില് വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടും വൈറ്റ് കാസ്റ്റ് നല്ലപോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോ അതിനെ എടുത്തു വെച്ചിട്ട് നമ്മുടെ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പോ ആ കുട്ടി നല്ല സംസാരമാണ് കേട്ടോ കേട്ടിരിക്കാൻ, എനിക്ക് ഇഷ്ടമാണ്. ആ കുട്ടിയുടെ സംസാരം എനിക്ക് ഇഷ്ടമാണ്, നല്ല രസം കേട്ടിരിക്കാൻ. അപ്പോ ആ ഒരു കുട്ടി ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തു. വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടും വൈറ്റ് കാസ്റ്റ് കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെ എന്താണ് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയുടെ ഈ എന്താണ് പർട്ടിക്കുലർ വീഡിയോ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തു. ഈ പറയുന്ന അശ്വതി എന്ന് പറയുന്ന ആ കുട്ടി ഒരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളല്ലോട്ടോ. പിന്നെ എന്തുകൊണ്ട് ഈ കുട്ടി ആ വീഡിയോ എടുത്തതെന്ന് ചോദിച്ചാൽ, ചിലപ്പോ ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ആസ് എ സബ്സ്ക്രൈബർ ആ കുട്ടിക്ക് തോന്നിക്കാണാം ഞങ്ങളെ പറ്റിക്കുന്നില്ല. ആ കുട്ടിക്ക് പക്ഷെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ, എന്നെ പോലെയല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതല്ല കാണുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ എന്താ പറയുന്നത്, ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. ഹെൽത്തി ക്രിറ്റിസിസം തന്നെയായിരുന്നു. എന്താണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം അതൊരു ഹെൽത്തി ക്രിറ്റിസിസം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഫസ്റ്റ്ലേ ഇതൊക്കെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് മുന്നേ ഞാൻ ആ കുട്ടിയുടെ വീഡിയോ കണ്ടിരുന്നു, ഞാൻ ഇരുന്ന് കാണുകയും ചെയ്തായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണിയുടെ ആ പർട്ടിക്കുലർ ഷോർട്സ് ഇരുന്ന് കാണുന്നത് കേട്ടോ. അപ്പൊ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. അതങ്ങനെ വിട്ടു. അപ്പൊ അത് കഴിഞ്ഞപ്പോ അന്ന് ഈ കുട്ടിക്ക് 15K സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ വീഡിയോ ഇട്ട് കുറച്ച് സമയത്തിനകം തന്നെ നല്ല വ്യൂവർഷിപ്പ് കിട്ടിയായിരുന്നു അതിന്. അപ്പോ കല്യാണി ഈ വ്യൂവർഷിപ്പ് കണ്ടിട്ട് തന്നെ ആയിരിക്കണം കല്യാണി ഈ കുട്ടിക്ക് സ്ട്രൈക്ക് കൊടുത്തു. അപ്പൊ കല്യാണി സ്ട്രൈക്ക് കൊടുത്തപ്പോ യൂട്യൂബ് ഈ കുട്ടിയുടെ ചാനലിൽ നിന്ന് എന്ത് ചെയ്തു, ഈ വീഡിയോ റിമൂവ് ചെയ്തു. അപ്പോ പിറ്റത്തെ ദിവസമാണ് ഈ കുട്ടി റിമൂവ് ചെയ്ത കാര്യം അറിയുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. പ്രൊമോട്ട് ചെയ്ത്, അതായത് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ട് ഒരു സാധനം കല്യാണി പ്രൊമോട്ട് ചെയ്തു എന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോ കല്യാണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വാട്ടവർ എന്താണെങ്കിലും കല്യാണി സ്ട്രൈക്ക് കൊടുത്തു. അപ്പൊ ഇതായിരുന്നു കോൺട്രവേഴ്സി. അപ്പൊ മറ്റുള്ള കുറെ യൂട്യൂബ് ചാനൽസ് അതിനായിരുന്നു റിയാക്ട് ചെയ്തു. അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കുറച്ച് യൂട്യൂബ് ചാനലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് ഒത്തിരി ഒന്നും പറയുന്നില്ല, കാരണം എന്റെ വീഡിയോ ലെങ്തി ആയി കഴിഞ്ഞിട്ടെങ്കിൽ പലരിലേക്ക് ഇത് എത്തത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം എന്താണെന്നറിയാമോ?
ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൂപ്പൻ വ്ലോഗ്സ്, നമ്മുടെ ശരത്തേട്ടന്റെ ഒരു ഫാനാണ് കേട്ടോ ഞാൻ. കാരണം എനിക്ക് അദ്ദേഹത്തിന് കുറെ വീഡിയോസ് ഒക്കെ ഞാനത് കാണാറുണ്ട്. ക്രിറ്റിസിസം ആണെങ്കിലും എന്താണെങ്കിലും പുള്ളി നല്ല ഹെൽത്തി ആയിട്ടാണ് പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പുള്ളിക്കാരന്റെ ചാനൽ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? സ്ത്രീകൾക്ക്, അതെന്ത് കുറ്റം ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിലും പുള്ളി ഒരു എന്താ പറയുന്നേ, ഒരു റെസ്പെക്ട് കൊടുക്കും. പലപ്പോഴും ഞാൻ എന്റെ കമന്റ്സിലൂടെ അത് ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പറയുന്നത്, സ്ത്രീകൾക്ക് നല്ലൊരു റെസ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഒരിക്കലും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായിട്ട് പറയാൻ പുള്ളി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. പുള്ളിയുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വ്ലോഗ്സും ഞാൻ ഇരുന്ന് കാണാറുണ്ട്, എല്ലാ റിയാക്ഷൻ വീഡിയോസും ഞാൻ ഇരുന്ന് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്ന ഓരോ വാക്കും എനിക്ക് എന്റെ കമന്റ്സ് പലതും ഇപ്പോഴും പല വീഡിയോസിലും കിടപ്പുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല എനിക്കിഷ്ടമാണ് ഇങ്ങനെ സ്ത്രീകളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുന്നത്, ഒരു ബഹുമാനമുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാനുള്ള കാര്യം, അപ്പൊ ഈ പറയുന്ന പർട്ടിക്കുലർ അതായത് ഈ കല്യാണിയുടെ വീഡിയോ നമ്മുടെ ശരത്തേട്ടനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 വീഡിയോ ഞാൻ കണ്ടതാണ്. ആദ്യം ചെയ്ത വീഡിയോയിൽ പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാൻ കല്യാണിയുടെ വീഡിയോസ് എനിക്ക് ഇങ്ങനെ ഷോർട്ട് ഫീഡിലൂടെ വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, അവരുടെ വേ ഓഫ് പ്രസന്റേഷൻ, വേ ഓഫ് ടോക്കിംഗ് എനിക്ക് ഇഷ്ടമാണെന്ന് തന്നെയാണ് ശരത്തേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മൂപ്പൻ വ്ലോഗ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഈ പർട്ടിക്കുലർ വീഡിയോ മൂപ്പൻ വ്ലോഗ്സിൽ വന്നതിന് ശേഷം, അതായത് കല്യാണി ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഇട്ട വീഡിയോയുടെ ഏതോ ഒരു വീഡിയോയുടെ അടിയില് എന്താണ് ഇങ്ങനെ ഒരു വേർഡും ഇങ്ങനെ ഒരു എന്താണ് കമന്റ് കണ്ടു അത്രേ. എന്താ, അപ്പുക്കുട്ടൻ, അതായത് അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് കല്യാണിയുടെ മോനാണ് കേട്ടോ. അപ്പുക്കുട്ടന്റെ കോവയ്ക്ക് അങ്ങനെ എന്തോ കമന്റ്. അപ്പൊ മൂപ്പൻ എന്ത് ചെയ്തു, ചിരിച്ചൊരു സ്മൈലി ഇട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്നു, ഞാൻ ഒരിക്കലും മൂപ്പൻ വ്ലോഗ്സിനെ എടുത്ത് പൊക്കി വെച്ച് പറയുമല്ലോ. ഞാൻ പറയാം, ഞാനിപ്പോ ഒരു കമന്റ് മൂപ്പന്റെ എന്തെങ്കിലും ഇടുവാണെങ്കിലും പുള്ളി ഇപ്പൊ ക്രിട്ടിസൈസ് ചെയ്തിടുവാണെങ്കിലും പുള്ളി ചിരിക്കും, ജസ്റ്റ് ചിരിക്കും. അത് ഞാൻ ഇപ്പൊ ഞാൻ എല്ലാ കമന്റ്സ് ഇരുന്ന് വായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പുള്ളി ഇരുന്ന് ചിരിക്കും. പുള്ളി എന്താ പറയുന്നത്, ജസ്റ്റ് എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുമായിരിക്കും. ചിലപ്പോ പുള്ളി ചിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്മൈൽ എങ്കിലും കൊടുക്കും. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ അതും ഇട്ട് കാണും, മേ ബി അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ എന്താണെങ്കിലും കല്യാണിയുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു കമന്റ് എടുത്ത് കല്യാണിയോട് കാണിച്ചു. അപ്പൊ കല്യാണി അടുത്തൊരു ലൈവ് ആയിട്ട് വന്നു. അവിടെയാണ് കല്യാണിയോട് എനിക്ക് പറയാനുള്ളത്, താങ്കളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. താങ്കളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇതിൽ കല്യാണി പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആ കുട്ടി, അതായത് അശ്വതി എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഒരു ന്യൂ ക്രിയേറ്റർ ആണ്. എല്ലാവരും കല്യാണിയോടാണ്, എല്ലാവരും പുതിയ ക്രിയേറ്റേഴ്സ് തന്നെയാണ്. ഞാൻ അടങ്ങുന്ന എല്ലാവരും. ഞാനൊരു 1.5 വർഷമായിട്ട് ഈ യൂട്യൂബ് ഫീൽഡിലുണ്ട്. എന്റെ പല വീഡിയോസും പലരും കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് കൂടി വന്ന എന്റെ ഏതോ ഒറ്റ വീഡിയോ മാത്രമേ 1 മില്യൺ അടിച്ചിട്ടുള്ളൂ. അത് ചെറിയൊരു ഷോർട്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും ആരിലേക്കും എത്താറുമില്ല. പക്ഷെ ഷോർട്ട് എന്താണെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ നമ്മളെല്ലാവരും പിച്ച വെച്ചാണ് വരുന്നത്. അല്ലാതെ ആരും നമ്മൾ വന്ന പാടെ നമുക്ക് എന്താ പറയുക 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കല്യാണം പറഞ്ഞത്, ആദ്യത്തെ കാര്യം ക്രിയേറ്റർ എന്താണ്, പുതിയ ക്രിയേറ്റേഴ്സ് എന്താണ് നമ്മളെപ്പോലെ ഉള്ളന്ന് പറഞ്ഞില്ല കേട്ടോ. പുതിയ ക്രിയേറ്റേഴ്സ് വന്നിട്ട് റീച്ചിന് വേണ്ടി ഞങ്ങളെപ്പോലെ ഉള്ള റീച്ചുള്ള യൂട്യൂബേഴ്സിനെ എടുത്ത് പ്രതികരിക്കുന്നു. ഒരിക്കലും അല്ല, ആ കുട്ടി ഒരിക്കലും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിട്ട് എനിക്ക് ആ വീഡിയോ തോന്നില്ല. ഫസ്റ്റ് ഞാൻ നിങ്ങൾ ഈ കോൺട്രവേഴ്സി ഒക്കെ വരുന്നതിനെ മുന്നേ ഞാൻ ആ വീഡിയോ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുവാണ്, ഒരിക്കലും അതിനുവേണ്ടി ആയിരിക്കില്ല ചെയ്തത്. ഒരു ഞാൻ പറയട്ടെ, ക്രിട്ടിസൈസ് ചെയ്യാൻ എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. ഇപ്പൊ ആ ക്രിട്ടിസൈസ് ചെയ്തതിനെ ഇത്രയും ഒരു ഹൈപ്പ് വരില്ലായിരുന്നു കല്യാണിക്ക് പറ്റി. അല്ലെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്കറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു എന്താ പറയുന്നേ, ജസ്റ്റ് ഒരു വീഡിയോ ചെയ്താൽ മതിയായിരുന്നു, അതോടെ തീരുമായിരുന്നു. അല്ലെങ്കിൽ മിണ്ടാതിരുന്നാലും മതിയായിരുന്നു. സത്യമായിട്ട് ഞാൻ പറയട്ടെ ക്രിട്ടിസൈസ് ചെയ്തെന്ന് പറയുന്നില്ലേ, നമ്മുടെ ജിയോ മച്ചാൻ, നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളാണ് ജിയോ മച്ചാൻ. എന്തോ ഒരു പ്രൊമോഷൻ, അതായത് നമ്മുടെ എന്തോ ആദിവാസി ഹെയർ ഓയിൽ എന്തോ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തിട്ട് പുള്ളിക്കാരന് കുറെ അധികം യൂട്യൂബേഴ്സ് എടുത്തിട്ട് എയറിൽ കയറ്റി, കുറെ അധികം യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്തു. പക്ഷെ പുള്ളിക്കാരൻ അതിനെ കുറിച്ച് മിണ്ടിയില്ല.
കാരണം പുള്ളിയുടെ ഭാഗത്ത് ശരിയുണ്ടാവാം, ചിലപ്പോ തെറ്റായിരിക്കാം. പുള്ളി മിണ്ടിയെങ്കിലല്ലേ പ്രശ്നം ഉണ്ടാവത്തുള്ളൂ. പ്രശ്നം ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനുപകരം കല്യാണി എടുത്ത് വെച്ച് കുറെ റിയാക്ഷൻ വീഡിയോ രണ്ടെണ്ണമാണ് കേട്ടോ ഞാൻ കണ്ടത്. അതിൽ കല്യാണി ഇങ്ങനെ പറഞ്ഞു, എന്താ പുതിയ കുറെ ക്രിയേറ്റേഴ്സ്, ഞാനും പുതിയൊരു ക്രിയേറ്റർ ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ഒന്നും വീഡിയോസ് കാണാൻ ആരുമില്ല. ചിലപ്പോൾ ഞാൻ വളർന്നു വലുതാവുമായിരിക്കാം, മേ ബി എനിക്കറിയില്ല, ചിലപ്പോൾ ഇരുന്ന് പോകുമായിരിക്കാം, അതും അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും കല്യാണി പറഞ്ഞ ആ ഒരു വേർഡാണ് എല്ലാവർക്കും ഹേർട്ടായതും. ഈ പറയുന്ന മൂപ്പൻ വ്ലോഗ്സ് വരെ ആ ഒരു ഫസ്റ്റ് വൺ സ്ട്രൈക്ക് കൊടുത്തു. സ്ട്രൈക്ക് കൊടുക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു, ഒരിക്കലും സ്ട്രൈക്ക് കൊടുക്കണ്ടായിരുന്നു. പറയാമായിരുന്നു വീഡിയോ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ഹൈഡ് ചെയ്യണം, പറയാമായിരുന്നു. ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ, നമുക്ക് എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റും. പക്ഷെ സ്ട്രൈക്ക് കൊടുത്തു. അത് തന്നെയാണ് ഈ പറയുന്ന ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെയും പ്രൊവോക്ക് ചെയ്തെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിരിക്കുന്നത്. അപ്പൊ കല്യാണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞ കല്യാണിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സെക്കൻഡ് വൺ, മൂപ്പൻ വ്ലോഗ്സിൽ ആ ഒരു പുള്ളി എല്ലാ കമന്റ്സിനും കൊടുക്കുന്ന ആ ഒരു റിപ്ലൈ തന്നെയാണ് ഈ പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ഒരു 7 വയസ്സുള്ള കുട്ടിയെ മൂപ്പൻ അങ്ങനെ തെറ്റായ രീതിയിൽ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. മൂപ്പന് അറിയാവുന്ന പലർക്കും അറിയാമായിരിക്കും, തോന്നുന്നില്ല. പിന്നെ സെക്കൻഡ് വൺ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാമായിരുന്നു അല്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതാണ് രണ്ടാമത് പ്രൊവോക്ക് ആവാനുള്ള കാരണം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഹേറ്റേഴ്സ് വന്നത്. അല്ലാതെ പിന്നെ കല്യാണിയുടെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, എന്താണ് എല്ലാ യൂട്യൂബേഴ്സും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഇപ്പൊ നിങ്ങൾക്കൊരു തെറ്റ് പറ്റെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തെറ്റ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളടുത്ത് പറയാം തെറ്റ് പറ്റിയില്ല. ഞാൻ ഇപ്പൊ ഒരാള് പിന്നെ ഞാൻ എന്റെ ഈ സബ്സ്ക്രൈബേഴ്സിനോടും പിന്നെ എന്റെ വ്യൂവേഴ്സിനോടും പറയുന്നത്, ഒരാളൊരു സാധനം പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ട് കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരിക്കലും നമ്മളത് വാങ്ങിക്കണം. അല്ലെങ്കിൽ എന്റെ സ്കിൻ ടോണിന് ചിലപ്പോൾ ശരിയാവാം, മറ്റുള്ളവർക്ക് ശരിയാവത്തില്ലായിരിക്കാം. ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ കാര്യമുണ്ടോ ഞാൻ പറയുന്നത്? ഡ്രസ്സൊന്നും അല്ലല്ലോ, ബ്യൂട്ടി പ്രൊഡക്ട്സ് അല്ല. അത് നമ്മുടെ ഇഷ്ടമാണ്, വാങ്ങണമോ വാങ്ങിക്കണ്ടയോ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നിപ്പോ ഈ ഒരു വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ കാണാൻ ഇടയായിട്ടോ. വേറൊന്നുമില്ല, ഏതാണ് യൂട്യൂബർ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പേരും പറയുന്നില്ല. ആ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു, എന്താണ് കല്യാണി ക്രിട്ടിസൈസ് ചെയ്തു. കല്യാണിയെ എന്താ പറയുന്നേ, ചില യൂട്യൂബേഴ്സ് എടുത്ത് എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ. ഞാൻ പറയാം, ക്രിട്ടിസൈസ് ചെയ്യാൻ എല്ലാവർക്കും വ്യൂവേഴ്സ് ആയ നമ്മൾക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി നിങ്ങളാണ് അതിന് റിപ്ലൈ തരേണ്ടത്. ആ റിപ്ലൈക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ജെനുവിനിറ്റി ബാക്കിയുള്ളവർ പ്രതീക്ഷിക്കും. അത് നമ്മുടെ ഇപ്പൊ എന്റെ ആണെങ്കിൽ നിങ്ങളുടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ആ റിപ്ലൈ പറയുന്ന ഒരു ടോൺ ഉണ്ട്. അത് ചിലപ്പോ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, നമ്മളെ ഇന്ന് തോളത്തിരുത്തിയ ആള് തന്നെ ചിലപ്പോ നാളെ നമ്മളെ താഴേക്കിടും. കാരണം നമ്മുടെ വേ ഓഫ് പ്രസന്റേഷൻ, വേ ഓഫ് ടോൺ, പിന്നെന്താ പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. കല്യാണിക്ക് അത്രയും എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് കുറെ വിഷമവും സങ്കടവും ഒക്കെ കൂടി ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അതൊക്കെ ആയിരിക്കാം, ഓവർ പ്രൊവോക്ഡ് ആയിട്ടായിരിക്കാം അങ്ങനെ ഒരു വീഡിയോ. പക്ഷെ എങ്കിലും രണ്ടാമത് പറഞ്ഞ വീഡിയോ അല്ലെങ്കിലും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞെങ്കിൽ അവിടെ തീരുമായിരുന്നു. പിന്നെയും ഇങ്ങനെ ന്യൂ ക്രിയേറ്റേഴ്സ് റീച്ചിന് വേണ്ടി എന്നെ കരുവാക്കി അങ്ങനെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കണം. അപ്പോ ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. 2-3 കാര്യങ്ങളാണ് കല്യാണിക്ക് ഇത്രയും ഇപ്പോ ഈ ഒരു നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം ന്യൂ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ആ കുട്ടിക്ക് സ്ട്രൈക്ക് കൊടുത്തു. മൂന്നാമത്തെ കാര്യം താങ്കൾ ചെയ്തത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അത് കാണിക്കാനുള്ള ഒരു മീൻസ് പ്രസന്റ് ചെയ്തത് ആ ഒരു ടോൺ എന്തോ എനിക്ക് തോന്നുന്നു ആ ഒരു ടോണിന്റെ മിസ്റ്റേക്ക് ആയിരിക്കണം നിങ്ങൾക്ക് ഇത്രയും ഏറെ നെഗറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഞാനൊരു ഹെൽത്തി ആയിട്ടാണ് പറയുന്നത്. ഞാൻ താങ്കളുടെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രസന്റേഷൻ ഇഷ്ടമാണ്, ഡ്രസ്സിന്റെ ആ ഒരു കളക്ഷൻ ഇഷ്ടമാണ്, ഏത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾക്ക് ചേരും, അതെനിക്ക് ഇഷ്ടമാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ പറഞ്ഞു വന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് വ്യൂവേഴ്സിന് അവകാശമുണ്ട്. ആ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ നമ്മൾക്ക് അത് അംഗീകരിക്കാനുള്ള മനസ്സും, ശരിയാണെങ്കിൽ അത് നമ്മൾക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ ഒരിക്കലും പറഞ്ഞത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ചെയ്തത് തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം. എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ എന്നും കാണുന്ന ഒരാളാണ് നിങ്ങളുടെ വീഡിയോസ്. ആ ഒരു സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ഇത്രയും പ്രൊഡക്ട്സ് ഒക്കെ മീൻസ് ഇത്രയും ഒക്കെ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ ഓരോ ദിവസം ഓരോ പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ടാവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ശരി, പോട്ടെ, ബൈ ബൈ.